ഡിസംബർ 20, 2025 ബംഗളൂരു യലഹങ്ക കൊഗിലു ലേഔട്ട്. സമയം പുലർച്ചെ 4 മണി. കനത്ത പോലീസ് സാന്നിധ്യത്തിൽ ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റിയുടെയും ബംഗളൂരു സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ലിമിറ്റഡിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് ബുൾഡോസർ ഉപയോഗിച്ചുള്ള പൊളിക്കൽ ആരംഭിച്ചു. പൊളിച്ചത് ഫക്കീർ കോളനിയും വസി ലേഔട്ടും ഉൾപ്പെടെയുള്ള 400-ലധികം വീടുകൾ. സ്ത്രീകളും കുട്ടികളും വയോധികരുമടങ്ങുന്ന 100 കണക്കിന് കുടുംബങ്ങൾ ഈ ശൈത്യത്തിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വഴിയാധാരമായി. സർക്കാർ വിശദീകരണം വരുന്നത് പൊളിച്ചു നീക്കിയത് അനധികൃത കയ്യേറ്റമെന്നും ഇത് മാലിന്യ സംസ്കരണ യൂണിറ്റിനായി നിശ്ചയിച്ച ക്വാറി പിറ്റ് ഏരിയ എന്നുമാണ്. എന്നാൽ പ്രദേശവാസികളുടെ വാദം ഇവിടെ പലരും 20-30 വർഷത്തിലധികമായി താമസിക്കുന്നവരാണെന്നും ആധാർ, വോട്ടർ ഐ ഡി തുടങ്ങിയ രേഖകൾ ഉള്ളവരാണെന്നുമാണ്. കൂടാതെ വീടൊഴിയാനുള്ള നോട്ടീസോ പുനരധിവാസത്തിനുള്ള അവസരമോ അവർക്ക് കിട്ടിയില്ലെന്നും ഇന്നേ വരെയുള്ള സമ്പാദ്യവും പാഠപുസ്തകങ്ങളും പ്രധാന രേഖകളുമെല്ലാം അവർക്ക് നഷ്ടമായെന്നും അവർ പറയും. കർണാടകയിൽ മാത്രം ഒതുങ്ങി നിന്നു പോകുമായിരുന്ന ഈ അന്യായത്തെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ബുൾഡോസർ രാജെന്ന് വിമർശിച്ചു. എന്നാൽ വിമർശനം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും തള്ളിക്കളഞ്ഞു. കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം പോലും നടപടി കടുത്തതെന്നും നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും അതൃപ്തി പ്രകടിപ്പിച്ചപ്പോൾ കർണാടകയിലെ പ്രതിപക്ഷമായ BJP സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവർ ഇതിൽ ഇടപെടേണ്ട എന്ന നിലപാടെടുക്കുകയും സിദ്ധരാമയ്യയെ പിന്തുണയ്ക്കുകയുമായിരുന്നു. പക്ഷേ ഒന്നോർക്കുക, കേരള മുഖ്യമന്ത്രിക്ക് പിന്നാലെ യലഹങ്കയിൽ നേരിൽ ചെന്ന് ഇരകളെ കണ്ട ഇടത് MP, MLA-മാരുടെയും കേരളത്തിലെ ഇടതുപക്ഷ സംഘടനകളുടെയും ഇടപെടലുകൾക്ക് ശേഷമാണ് ഡിസംബർ 20 നടന്ന ഈ പ്രവൃത്തി ദേശീയ മാധ്യമ ശ്രദ്ധകളിലേക്ക് വരുന്നതും അതൊരു വിഷയമാകുന്നത്. കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ DK ശിവകുമാർ ചെന്ന് കണ്ടതുപോലും ഇതിനെല്ലാം ശേഷമാണെന്ന് ഓർക്കുക. ഇടതുപക്ഷത്തിന്റെ ഇത്തരം ഇടപെടലുകളിൽ വിറളി പിടിച്ച കോൺഗ്രസ് കർണാടകയിലും കേരളത്തിലും ഒരേപോലെ പരിഹാസമുതിർത്തെങ്കിലും വഴിയാധാരമായവർക്ക് ആശ്വാസമായി 10 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഡിസംബർ 29-ന് മനുഷ്യത്വപരമായ അടിസ്ഥാനത്തിൽ ജനുവരി 1 മുതൽ ഇരകൾക്ക് ഫ്ളാറ്റുകൾ കൈമാറി തുടങ്ങുമെന്ന് അവർ പറയും. ഒപ്പം MP A റഹീം കുറിച്ച ചില കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. നമ്മുടെ രാജ്യത്ത് എവിടെയും നടക്കുന്ന അനീതികൾക്കെതിരെ സംസാരിക്കാൻ രാജ്യത്തെ ഏതൊരു പൗരനും അവകാശമുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിയും DK ശിവകുമാറും നൽകേണ്ട ഔദാര്യമല്ല, നമ്മുടെ ഭരണഘടന നൽകുന്ന ഉറപ്പാണ്.